എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുപരീക്ഷയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കും. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, പിന്നെ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം ബികോം ആൻഡ് ബി ബി എ റിസൾട്ട് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വന്നിരുന്നു. എന്നാൽ ഇനി BA, BSc, BA അഫ്സലുലുമ, HDE വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ റിസൾട്ടുകൾ ഇനി വരാൻ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിസൾട്ട് ഇനി വരാൻ ബാക്കി നിൽക്കുമ്പോൾ ഇനി ആ റിസൾട്ടുകളും പെട്ടെന്ന് തന്നെ വരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. അതിന് കാരണമായിട്ട് പറഞ്ഞത്, ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിൻ്റെ എക്സാം ബികോം ആൻഡ് BBA വന്നു കഴിഞ്ഞു. കഴിഞ്ഞ മിനിയാന്ന് ശനിയാഴ്ച വന്നു കഴിഞ്ഞു. ഇനി BA, BSc, BA അഫ്സലുലുമ, പിന്നെ HDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ടൊക്കെയാണ് വരാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നു തുടങ്ങിയത് കൊണ്ട് ഇനി ബാക്കിയുള്ള റിസൾട്ടുകളെല്ലാം വേഗം തന്നെ വരും. അങ്ങനെ ബാക്കിയുള്ള റിസൾട്ടുകളെല്ലാം പ്രസിദ്ധീകരിച്ചാൽ വിദ്യാർത്ഥികളിലേക്ക് ഉടൻ എത്തിക്കാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഥവാ ഇനി എന്തെങ്കിലും കാരണം വെച്ച് ഇന്ന് വൈകിട്ട് വന്നില്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. ഇനി റിസൾട്ട് വന്നാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ എൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് CUCSS തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ 2024, 2019, 2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ്. CUCSS തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ 2024, 2019, 2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട് പബ്ലിഷർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ BCOMൻ്റെയും BBAയുടെയും റിസൾട്ടാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ ബാക്കിയുള്ള റിസൾട്ടുകൾ വന്നിട്ടില്ല. അത് ഇന്ന് വൈകുന്നേരത്തോടെയൊക്കെ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് നിലവിൽ ഇപ്പോൾ അവിടെ ഇല്ല. നിലവിൽ ആ ലിങ്ക് നിങ്ങൾക്ക് അവിടെ വന്നു കഴിയുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന നിരവധി സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റീവാലുവേഷൻ്റെ കാര്യം എടുക്കാം. റീവാലുവേഷൻ എന്ന് പറയുന്നത് പുനർമൂല്യനിർണ്ണയം എന്നാണ് അറിയപ്പെടുന്നത്. പുനർമൂല്യനിർണ്ണയം എന്നാണ് റീവാലുവേഷനെ അറിയപ്പെടുന്നത്. ഈ പുനർമൂല്യനിർണ്ണയം എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യുവേഷൻ നടത്തുകയാണ് പുനർമൂല്യനിർണ്ണയത്തിലൂടെ ചെയ്യുന്നത്. റീവാലുവേഷൻ നിങ്ങളൊരു പേപ്പർ റീവാലുവേഷൻ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. ആദ്യം നോക്കിയ അധ്യാപകനല്ല, വേറൊരു അധ്യാപകൻ വന്ന് നിങ്ങൾ പുനർമൂല്യനിർണ്ണയം കൊടുക്കുമ്പോൾ വേറൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ വീണ്ടും പരിശോധിക്കും. അതായത് ആദ്യം മുതലേ ഇരുന്ന് പരിശോധിക്കും. അതിനെയാണ് പുനർമൂല്യനിർണ്ണയം. സൂക്ഷ്മ പരിശോധനയല്ല കേട്ടോ പുനർമൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. പുനർമൂല്യനിർണ്ണയം നടത്തും, റീവാലുവേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഈ റീവാലുവേഷൻ കൊടുക്കുന്നത് 2 തരത്തിൽപ്പെട്ട കുട്ടികളാണ് കൂടുതൽ കൊടുക്കുന്നത്. ഒരു തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്ന് പറയുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാം, ഞാനിവിടെ ഉദാഹരണം കാണിക്കാം. 40 മാർക്കിൻ്റെ എക്സാമിൽ
നിങ്ങൾക്ക് 16 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണം. 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 16 മാർക്ക് ജയിക്കാൻ വേണം. എന്നാൽ നിങ്ങൾക്ക് 14 15 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ നിങ്ങൾ ഫെയിലായിപ്പോയി. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ റീവാലുവേഷന് കൊടുക്കാറുണ്ട്. കാരണം ജസ്റ്റ് ഫോർ ട്രൈ എന്ന് പറഞ്ഞ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, അങ്ങനെ കിട്ടാറുണ്ട്. ചിലപ്പം നിങ്ങൾക്കിപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഫെയിലായി പോയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ നല്ലൊരു ഓപ്ഷനാണ്, കൊടുത്തു നോക്കാം. ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സപ്ലി ഒഴിവായി പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ സപ്ലി എക്സാം എഴുതേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ തേർഡ് സെമ്മിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താണ് 3 വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്. 4 വർഷ ബിരുദ വിദ്യാർത്ഥികളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 45 ദിവസത്തിനകം സപ്ലി ഉണ്ടായിരുന്നേനെ. എന്നാൽ നിങ്ങൾ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുകയാണ് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് നിങ്ങൾ ഫെയിലാകുന്നതെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് ഫെയിലാകുന്നതെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായി പോവുകയാണെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തു കഴിയുമ്പോൾ നോക്കുന്ന ടീച്ചർക്ക് ഒരു മനസ്സലിവ് വരികയാണ്. എന്താണ്, ഓ ഈ കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടി ജയിക്കും, എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു 2 മാർക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമായിരിക്കും. നിങ്ങൾക്ക് സപ്ലി ഇല്ലാതെ തന്നെ കടന്നു പോകാൻ സാധിക്കും. ഈ സപ്ലി എഴുതുന്നതിനോടുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സപ്ലി എഴുതുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾ ആദ്യമേ 16 മാർക്ക് എഴുതിയെടുക്കണം. ആദ്യമേ 16 മാർക്ക് എഴുതിയെടുക്കണം. പിന്നെ അതല്ല, അതിനെ കഴിഞ്ഞും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് ഇനി നിങ്ങൾക്ക് സപ്ലി എക്സാം എഴുതാൻ സാധിക്കൂ. ആ സമയം നിങ്ങൾ 5ാം സെമ്മിൻ്റെ റെഗുലർ പരീക്ഷ എഴുതുന്ന സമയമായിരിക്കും. നിങ്ങൾ 5ാം സെമ്മിൻ്റെ റെഗുലർ പരീക്ഷ എഴുതുന്ന സമയമായിരിക്കും 3ാം സെമ്മിൻ്റെ സപ്ലി എക്സാം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? ഈ 5ാം സെമ്മും 3ാം സെമ്മും കൂടെ ഒന്നിച്ചാകുമ്പോൾ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാവും. 5ാം സെമ്മിൻ്റെ എക്സാമും 5ാം സെമ്മിൻ്റെ റെഗുലർ എക്സാം എഴുതണം, അതേസമയം 3ാം സെമ്മിൻ്റെ സപ്ലി എഴുതണം. ഇതെല്ലാം കൂടി ആകുമ്പോൾ നിങ്ങളൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ പോകുന്നതായിരിക്കും. നിങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടാകുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഒരു സെമ്മ് തന്നെ എന്ന് പറയുമ്പം വലിയ ബുദ്ധിമുട്ടോട്ടാണ് നമ്മളിപ്പം വലിയ ബുദ്ധിമുട്ടാണ് അത് കടന്ന് കിട്ടാനെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡിഗ്രിയൊക്കെ, ഇപ്പോൾ ഒരു ഡിഗ്രി പാസ്സാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് തന്നെ എന്ന് തന്നെ പറയും. ഞാൻ ഒരു ഡിഗ്രി പാസ്സാകുക എന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക്കാണ്. ഇപ്പം അത് ഞാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഞാനും ഒരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്. ഞാനൊരു ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് സെമ്മ് ഇപ്പം 4 ഇയർ വിദ്യാർത്ഥികൾക്കാണ് 8 സെമ്മും 3 ഇയർ വിദ്യാർത്ഥികൾക്ക് 6 സെമ്മുമാണുള്ളത്. അപ്പോൾ ഈ ഓരോ സെമ്മും കടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം എഴുതിയൊരു വിദ്യാർത്ഥിയാണ്. കടന്നു പോകാൻ പെട്ട പാട് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ സെമ്മും കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊപ്പം നിങ്ങൾക്കിപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് നിങ്ങൾ ഫെയിലായതെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അഥവാ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം നിങ്ങളിപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെയാണ് പോയതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കോ 2 മാർക്കോ ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലി ഇല്ലാതെ കയറിപ്പോവാം. ഇനിയിപ്പോൾ സപ്ലി അടിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ തേർഡ് സെമ്മിൻ്റെ സപ്ലി എഴുതുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ 5th സെമ്മിൻ്റെ 5ാം സെമ്മിൻ്റെ റെഗുലർ എക്സാം നടക്കും. അപ്പോൾ നിങ്ങൾ 5ാം സെമ്മിൻ്റെ റെഗുലർ എക്സാമിനും പ്രിപ്പയർ ചെയ്യണം, അതേസമയം നിങ്ങൾ ഈ തേർഡ് സെമ്മിൻ്റെ സപ്ലി എഴുതണം. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാവും. പിന്നെ രണ്ടാമത്തെ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് വിചാരിച്ച മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ. അതായത് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 30 അല്ലെങ്കിൽ 35 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. 30ഓ 35ഓ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്കൊരു 25 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. നിങ്ങളൊരു 35 മാർക്കോ 30ഓ എക്സ്പെക്ട് ചെയ്തിരുന്നു, എന്നാൽ നിങ്ങൾക്ക് 25 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് 25 പോരല്ലോ, ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് കുറച്ചും കൂടെ നല്ല ബെറ്റർ മാർക്ക് എനിക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ, ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള മാർക്ക് എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ഈ പേപ്പർ നോക്കിയപ്പോൾ എന്തോ മിസ്റ്റേക്ക് അതിൽ നടന്നിട്ടുണ്ട്, നോക്കിയ അധ്യാപകൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് ഈ റിസൾട്ട് അല്ല, ഇതിലും നന്നായിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്, ഞാൻ പഠിച്ചതെല്ലാം പരീക്ഷയിലുണ്ടായിരുന്നു, ഇതിലും നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സാം എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് ഇത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയാൽ പോരാ, കുറച്ചും കൂടെ മാർക്കിൻ്റെയൊക്കെ ഞാൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ ബെറ്റർ ഓപ്ഷനാണ്. 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ. ഒന്നോ രണ്ടോ മാർക്കിന് ഫെയിലായിപ്പോയ വിദ്യാർത്ഥികൾ, ഒന്ന് ജസ്റ്റ് പാസ്സായി പോകാൻ വേണ്ടി പിന്നെ വിചാരിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികളും. ഇനി ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ
പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാൻ ഏതാണ്ട് 300 രൂപ സംതിങ് ആണ് ഒരു പേപ്പറിന് വരിക. ഈ ഫോട്ടോ കോപ്പി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ കാണണം, എവിടെയാണ് എൻ്റെ മാർക്ക് തെറ്റിപ്പോയത്. ഇപ്പം ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞ 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്കൊരു 35 എക്സ്പെക്ട് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഒരു 30ഓ 25ഓ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരും, എവിടെയാണ് എൻ്റെ മാർക്ക് പോയത്, എവിടെയാണ് എൻ്റെ മാർക്ക് പോയത്. ഇനിയിപ്പം ഞാൻ എഴുതിയത് തെറ്റാണോ അതോ അധ്യാപകൻ പേപ്പർ നോക്കിയപ്പോൾ ഉണ്ടായ തെറ്റാണോ, ഇനി ഞാൻ ശരിയെന്ന് വിചാരിച്ചത് തെറ്റാണോ, അധ്യാപകൻ്റെ പേപ്പർ നോക്കി തെറ്റാണോ, ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾക്കത് കണ്ണുകൊണ്ട് നേരിട്ട് കാണണം. നിങ്ങളുടെ പേപ്പറിലെ എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയതെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൻ്റെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് ഹൗസിൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി സ്ക്രൂട്ടണി എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് വീണ്ടും ഒന്നും കൂടെ കൂട്ടി നോക്കുകയാണ്. അതിപ്പം ഞാൻ പറഞ്ഞു 10 മാർക്കിൻ്റെ ചോദ്യമാണ്, 2 മാർക്കിൻ്റെ 5 ചോദ്യം വീതമാണെന്ന് വിചാരിച്ചോ, 2, 4, 6, 8, 10. അപ്പം നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടേണ്ടതായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് 8 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കൂട്ടിയപ്പോൾ ഉണ്ടായിരുന്ന തെറ്റ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് പോയതാണെങ്കിൽ, കൂട്ടിയതിൽ എന്തെങ്കിലും തെറ്റ് വന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് സ്ക്രൂട്ടണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടെ കൂട്ടി നോക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും വിദ്യാർത്ഥികളോട് പറയാം, ഞാൻ എപ്പോഴും റീവാലുവേഷനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. ഞാനൊരിക്കലും ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ്, ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തും. ഈ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ അതിനൊരു ഇതുള്ളത്, നിങ്ങളിപ്പോൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തു, നിങ്ങളുടെ കയ്യിൽ ആ ഫോട്ടോ കോപ്പിയുടെ കോപ്പി കിട്ടി. നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു, ഒരു 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 35 പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ നിങ്ങൾക്കൊരു 25 മാർക്കേ കിട്ടിയുള്ളൂ, 10 മാർക്കിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. ഇനി നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ അധ്യാപകരെ കൊണ്ട് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു 35, നിങ്ങൾ വിചാരിച്ച മാർക്കായ 35 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ, 25 മാർക്കേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് നോക്കുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ട്, ഇപ്പം നിങ്ങൾ ആ പേപ്പർ നോക്കുമ്പോഴും നിങ്ങളുടെ അധ്യാപകനെ കൊണ്ട് പേപ്പർ നോക്കിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച മാർക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ പേപ്പറിൽ ഇനി മാർക്ക് റീവാലുവേഷൻ നടത്താൻ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളിപ്പോൾ ഫോട്ടോ കോപ്പി മേടിച്ച് കഴിഞ്ഞാൽ പോലും 300 രൂപ അടച്ച് നിങ്ങൾ ഫോട്ടോ കോപ്പി മേടിച്ചു എന്ന് വിചാരിച്ചോ, നിങ്ങളത് കൂട്ടി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇൻക്രീസ് ആകുന്നുണ്ട്, നിങ്ങൾ കൂടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളത് വീണ്ടും റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. റീവാലുവേഷൻ ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ പേപ്പർ അവർ വീണ്ടും വാല്യുവേഷൻ ചെയ്യുകയുള്ളൂ. അങ്ങനെ വാല്യുവേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പേപ്പറിൻ്റെ റിസൾട്ട് കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഫോട്ടോ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ കോപ്പി നിങ്ങളുടെ കൈ കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ വിചാരിച്ച മാർക്ക് എത്തുന്നുണ്ട്, എന്നാൽ റിസൾട്ടിൽ ആ മാർക്ക് വന്നിട്ടില്ല, അങ്ങനെയെങ്കിൽ ആ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്താൻ അല്ലെങ്കിൽ റീവാലുവേഷൻ നടത്താൻ നിങ്ങൾ തന്നെ വീണ്ടും പണം അടയ്ക്കേണ്ടി വരും. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കൂട്ടി നോക്കുകയുള്ളൂ. അധ്യാപകൻ കൂട്ടിയ മാർക്കിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്ക്രൂട്ടണി കൊണ്ട് ഗുണമുണ്ടാകാറ്. പക്ഷേ സ്ക്രൂട്ടണി കൊണ്ട് അങ്ങനെ വലിയ ഗുണമൊന്നും ഉണ്ടാകാറില്ല. കാരണം അധ്യാപകരാണ്, അവർ അത്രയ്ക്കും നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമേ മാർക്ക് ഇടാറുള്ളൂ. അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ മാർക്ക് ഇടാറുള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റ് വരാനുള്ള സാധ്യത 90%, 95% കൂട്ടിയ മാർക്കിൽ തെറ്റ് വരാനുള്ള യാതൊരു സാധ്യതയില്ല. ഒരു 95% കൂട്ടിയ മാർക്കിൽ തെറ്റ് വരാനുള്ള യാതൊരു സാധ്യതയില്ല. ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു 90%, 95% കൂട്ടിയ മാർക്കിൽ തെറ്റ് വരാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സ്ക്രൂട്ടണി കൊടുക്കുന്നത് കൊണ്ട് ഏതായാലും 200-നടുത്ത് 165 രൂപയെങ്ങാണ്ടാണ് സ്ക്രൂട്ടണിക്ക് വരുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്ക്രൂട്ടണിക്ക് അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇത് വിദ്യാർത്ഥികൾ ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണിയും കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, ഞാൻ റീവാലുവേഷനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ വീണ്ടും വാല്യുവേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണിയും കൊണ്ടും വിദ്യാർത്ഥികൾക്ക് ആ ഗുണം ലഭിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്നല്ലാതെ നിങ്ങൾക്ക് ആ ഗുണം ലഭിക്കുന്നില്ല. ഇപ്പം റീവാലുവേഷൻ എത്രയാണ്, 780 രൂപയാണ്. അങ്ങനെ 780 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം റീവാലുവേഷൻ ഞാനിപ്പോൾ പറയുന്നപ്പം കൂടുതൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 1 മാർക്കെങ്കിലും, ഇപ്പോൾ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ പോയി, അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് പ്രതീക്ഷ ഉള്ളതുകൊണ്ടായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ അത് കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അങ്ങനെ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പോയിട്ട് റീവാലുവേഷൻ കൊടുക്കുകയും അങ്ങനെ റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ജയിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, സപ്ലി ഒഴിവായി പോകുന്ന വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ
ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പോയിട്ടുണ്ടാകും. ചിലപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ നോ ചേഞ്ച് എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ടാകാം. അത് ഇങ്ങനെ മാർക്ക് കൂടി നിങ്ങൾ പാസ്സായി പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്ന് കൂട്ടിക്കോ. ചിലപ്പോൾ കൂടുകയും ചെയ്യാം, കൂടാതിരിക്കാം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും ഫോട്ടോ കോപ്പീനെ സ്ക്രൂട്ടണീനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞാൻ റീവാലുവേഷനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം റീവാലുവേഷനിലൂടെ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ, നിങ്ങൾ ഡിഗ്രി എത്തി 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക. ഞാൻ റീവാലുവേഷൻ കൊടുക്കണോ, ഫോട്ടോ കോപ്പി കൊടുക്കണോ, സ്ക്രൂട്ടണി കൊടുക്കണോ? ഇതിൽ മൂന്നിലും ഞാൻ കൊടുത്താൽ കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇരുന്ന് ചിന്തിക്കുക. എന്താ വെച്ചാൽ തിരക്കിട്ട് കൊടുക്കാതെ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. ഞാൻ റീവാലുവേഷൻ കൊടുത്താൽ എൻ്റെ പേപ്പറിൽ മാർക്ക് കൂടുമോ? ഫോട്ടോ കോപ്പി കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന പണം വെർത്താകുമോ? അല്ലെങ്കിൽ സ്ക്രൂട്ടണി കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന പണം വെർത്താകുമോ? റീവാലുവേഷൻ കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന പണം വെർത്താകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അപ്പോൾ 15 മിനിറ്റ് വീഡിയോ ആയിക്കഴിഞ്ഞു, 16 മിനിറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളധികം ഇങ്ങനെ അധികം കൂടുതൽ നേരം വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താറില്ല വീഡിയോയിൽ. 5 മിനിറ്റ് കൊണ്ടൊക്കെ വീഡിയോ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി ഇരുന്ന് കാണുക. വീഡിയോ ഒന്നും കൂടെ കാണുക. എന്നിട്ടും നിങ്ങളുടെ സംശയങ്ങൾ മാറ്റം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞ ഈ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടു, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് കാണുക. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടോളൂ. നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകും. ആ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരുന്ന ലിങ്ക് വഴി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കില്ല. കാരണം ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ്സിലിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടാവും. എന്നാൽ നിങ്ങൾ വാട്സപ്പായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നിങ്ങളുടെ സംശയം ചോദിച്ച്. ഞാൻ ആദ്യമേ ഒന്നുകൂടെ പറയുന്നത്, ആദ്യം നിങ്ങൾ വീഡിയോ കേട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കേട്ട് നോക്കുക, ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. എന്നിട്ടും ഈ 2 തവണ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടും ഈ 2 തവണ നിങ്ങൾ വീഡിയോ കേട്ടു. ഈ 2 തവണ നിങ്ങൾ വീഡിയോ കേട്ടു. എന്നിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കമൻ്റായിട്ടോ വാട്സപ്പിലായിട്ടോ കോൺടാക്ട് ചെയ്യാം. അന്നേരം നമ്മൾ നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.